ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് HCM ആൻഡ് LCM ആണ്. HCF ആൻഡ് LCM. ഓക്കെ, HCF എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, ഫാക്ടേഴ്സ് മൾട്ടിപ്പിൾസ് ഒക്കെ നമുക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. അതായത് ഒരു നമ്പർ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെ നമ്പേഴ്സ് വെച്ചിട്ടാണോ അതൊക്കെയാണ് ഫാക്ടേഴ്സ് എന്ന് പറയുക. മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ 1 into 2, 2 into 3 അങ്ങനെ എഴുതല്ലോ, മൾട്ടിപ്ലിക്കേഷൻ അത് മൾട്ടിപ്പിൾസ് ആണ് അതിന്. ഓക്കെ, അതായത് നമ്മൾ HCFും LCFും കാണുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് പറയുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡാണ്. ഡിവിഷൻ മെത്തേഡ് ഉണ്ട്, പക്ഷെ ഫാക്ടറൈസേഷൻ മെത്തേഡാണ് കുറച്ചും കൂടി ചെയ്ത് നോക്കാൻ സുഖം. സോ ഫാക്ടറൈസേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫാക്ടറൈസേഷൻ ഒരു നമ്പറിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് ഡിവൈഡ് ചെയ്യല്ലോ. ലൈക്ക് 100 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. 15 വരും. നമുക്ക് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25 വരും. ഇനി 5 ആണ്, അപ്പൊ 5 into 5 എന്ന് കൊടുക്കാം അല്ലേ. അപ്പൊ 2 square into 5 square എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ പ്രൈം ഫാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യും. അതായത് 2, 3, അത് കഴിഞ്ഞാൽ 5 ആയിരിക്കും, പിന്നെ 7, പിന്നെ 11, അങ്ങനെയായിരിക്കും പോവുക. ഓക്കെ, പ്രൈം ഫാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ രണ്ട് നമ്പറിനെ HCM കാണാന്ന് പറഞ്ഞാൽ, രണ്ട് നമ്പറിന്റെ HCF കാണാന്ന് പറഞ്ഞാൽ, കോമൺ ഫാക്ടർ കാണാൻ പറഞ്ഞാൽ, അതായത് രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് നമ്പർ. ഓക്കെ, ഹയസ്റ്റ് നമ്പർ, അതായത് ഇപ്പോൾ ഇൻ കേസ് 6ഉം 12ഉം ഉണ്ടെങ്കിൽ 6നെയും 12നെയും കൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കണം. ഓക്കെ, 6 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 12നെ പറ്റും, പക്ഷെ 6നെ പറ്റില്ലല്ലോ. 5 കൊണ്ട് 6നെ പറ്റും, പക്ഷെ 12നെ പറ്റില്ല. അപ്പോൾ ഇവർ രണ്ടുപേരിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. അതിനെ നമ്മൾ HCF എന്ന് പറയുക. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ എടുക്കാം നമുക്ക്. അത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 1280, ഇത് രണ്ടിന്റെ HCF കാണാനാണ് ചോദിച്ചത്. ആദ്യം നമ്മൾക്ക് ഈ 12നെ 8നെ ഫാക്ടറൈസ് ചെയ്ത് 12നെ 2, 6, 2, 3. അപ്പൊ 12 എന്ന് പറയുന്നത് 2 square into 3 ആണ് അല്ലെ. 12 എന്ന് പറയുന്നത് 2 square into 3 ആണ്. അത് കഴിഞ്ഞ് 18 ആണ്. 18 നമ്മൾ 2, 9, 3 into 3 ആണ്. അപ്പൊ 18 നമുക്ക് 2 into 3 square എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് കാണാൻ വെച്ചാൽ ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സിന് എടുക്കുക. ഓക്കെ, ഇത് രണ്ടിലും കോമൺ ആയിട്ടുള്ള നമ്പേഴ്സിന് എടുക്കുക. എന്നിട്ട് ഇതിലെ ഇപ്പോൾ 2 ഇതിലും ഉണ്ട് 2, ഇതിലും ഉണ്ട് 2, ഇതിലും ഉണ്ട് 3, ഇതിലും ഉണ്ട് 3. ഇനിയിപ്പോൾ ഇവിടെ വേറെ എയോ ഇൻറ്റു സി എങ്ങനെ എന്തോ നമ്പേഴ്സ് ആയിക്കോട്ടെ, നമുക്കത് കൺസിഡർ ചെയ്യേണ്ടത്. കോമൺ ആയിട്ടുള്ള നമ്പേഴ്സിന്, രണ്ടിലുള്ള കോമൺ ആയിട്ടുള്ള നമ്പേഴ്സിന് എടുക്കുക. എന്നിട്ട് അതിൽ ഏറ്റവും കുറവ് പവർ വരുന്നതിന് എടുക്കുക. അതായത് ഇപ്പോൾ ഈ 2ലാണെങ്കിൽ 2 സ്ക്വയറും ഉണ്ട് 2 ഉണ്ട്. ഇപ്പൊ ഏറ്റവും കുറവ് പവർ ഏതാ? 2. അവിടെ 3 ഉണ്ട് 3 സ്ക്വയറും ഉണ്ട്. അപ്പൊ ഏറ്റവും കുറവ് പവർ ഏതിനാ? 3 അല്ലേ. അപ്പൊ ഇവിടെ HCF വരിക 2 into 3 ആയിരിക്കും.
അതായത് 6 ആണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഓക്കെ, 6 ആണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. ഇതേ നമ്പറിന്റെ LCM എടുക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് നമ്പേഴ്സ് കണ്ടല്ലോ. ഇനി ഏറ്റവും കൂടുതൽ പവർ ഉള്ള നമ്പേഴ്സിനെ എടുക്കുക. അതായത് 2² ആണല്ലോ കോമൺ ഫാക്ടർ ആയിട്ട്. കോമൺ വരുന്ന പ്രൈം ഫാക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ പവർ വരുന്നത് ഇവിടെ 2² ആണ്. ഇവിടെ എന്താണ്? 3² ആണ് അല്ലേ? അപ്പോ LCM എന്ന് പറയുന്നത് 2² ഇൻറ്റു 3² ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ താഴെ 2 ഉണ്ട്. കോമൺ ഫാക്ടേഴ്സ് നമ്മൾ 2 ആണ്. ഏറ്റവും ലീസ്റ്റ് എടുത്ത പോലെ ഇവിടെ നമ്മൾ ഹയർ പവർ ഉള്ളതിനെ നമ്മൾ എടുക്കുകയാണ്. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതായത് 2², 3². ഇതാണല്ലോ ഇവിടെ ഹയർ പവർ ആയിട്ട് വരുന്നത്. സോ അതുകൊണ്ടാണ് ഇവിടെ ഹയർ പവർ ആയിട്ടുള്ള അതിനെടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ HCM, LCM, ഈ രണ്ട് നമ്പേഴ്സിന് HCM, LCM ഇങ്ങനെയാണ്. പിന്നെ വേറൊരു പെക്യുലാരിറ്റി ഉള്ളത്, ആ രണ്ട് നമ്പേഴ്സിന്റെ, അതായത് എയും ബിയും രണ്ട് നമ്പേഴ്സ് ആണെങ്കിൽ any two numbers, then A into B is equal to HCF of AB into LCM of AB. അതായത് ആ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും അതിന്റെ LCMഉം HCMന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഓക്കെ, അതായത് ഇവിടെ ഇപ്പൊ മേലത്തെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 12ഉം 8ഉം ആണല്ലോ നമ്പേഴ്സ്. 18 ആണല്ലോ. 12 ഇൻറ്റു 18 എന്ന് പറയുന്നത് 216 ആണ്. ഓക്കെ, ഓക്കെ, 12 ഇൻറ്റു 18 എന്ന് പറയുന്നത് 216 ആണ്. അതേപോലെ HCF ഓഫ് 12, 18 എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? 6. LCM ഓഫ് 12, 18 എന്താ നമ്മൾ കണ്ടുപിടിച്ചത്? 36. 6 ഇൻറ്റു 36ഉം 216 തന്നെയാണ്. ഓക്കെ, അതായത് ആ നമ്പേഴ്സിന്റെ HCF നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റും ആ നമ്പേഴ്സിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടറും LCMഉം തമ്മിലുള്ള പ്രൊഡക്റ്റും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. 264ന്റെയും 36ന്റെയും LCM HCFഉം കാണാം. ഓക്കെ, HCF ആദ്യം 264നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്ത് അല്ലെ. 2, 136, 132, 2 പോവും 66, പിന്നെ 2 ഇൻറ്റു 33 ആണ് 66 വരിക. പിന്നെ 3 വരുമ്പോൾ 11. 11 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ അങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ 264 എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2, അപ്പോൾ 2³ ഇൻറ്റു 3 ഇൻറ്റു 11 ആണ്. ഓക്കെ, 36നെ ഫാക്ടറൈസ് ചെയ്ത
80, 9, 3 3s ആണ്. ഓക്കെ, അപ്പോൾ 36 എന്ന് പറയുന്നത് 2 സ്ക്വയർ ഇൻറ്റു 3 സ്ക്വയർ ആണ്. LCM എന്താണ്? സോറി, HCF ആദ്യം കാണാം. HCF എന്താണ്? ലീസ്റ്റ് എടുക്കുക അല്ലേ? ഇവിടെ കോമൺ ആയിട്ടുള്ളത് 2 2 3 3 അല്ലേ? ഇതിന്റെ ലീസ്റ്റ് ഇപ്പൊ 2 ക്യൂബ് ഉണ്ട്, ഇവിടെ 2 സ്ക്വയർ ഉണ്ട്. ലീസ്റ്റ് ഏതാണ്? 2 സ്ക്വയർ. നമ്മൾ 2 സ്ക്വയർ എടുത്തു ഇൻറ്റു ഇവിടെ 3 ഉണ്ട്, 3 സ്ക്വയർ ഉണ്ട്. അപ്പൊ ലീസ്റ്റ് ഏതാണ്? 3 ആണ്. അപ്പൊ 4 ഇൻറ്റു 3 12 ആണ്. ഓക്കെ, ഇനി LCM കാണുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. LCM കാണുമ്പോൾ ഇവിടെ ഇപ്പൊ 11 ഉണ്ടല്ലോ. അപ്പൊ നമ്മളിവിടെ അസ്യൂം ചെയ്യാണ് ഇവിടെ 11⁻0, അതായത് 11⁻0 എന്ന് പറയുന്നത് 1 ആണല്ലോ. അത് ഇവിടെ ഉണ്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഹയസ്റ്റ് പവർ നമ്മൾ ഹയസ്റ്റ് പവർ ആണ് എടുക്കല്ലോ. സിംഗിൾ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ മേലെ ആണെങ്കിലും താഴെ ആണെങ്കിലും ഏതൊക്കെ നമ്പേഴ്സ് രണ്ടിലും കാണുന്നുണ്ടോ, കോമൺ എന്നല്ല, ഏതൊക്കെ നമ്പേഴ്സ് രണ്ടിലും കാണുന്നുണ്ടോ അത് മുഴുവൻ എടുക്കണം. ഓക്കെ, ഇപ്പൊ താഴെ 11 ഉണ്ട്, മേലെ 11 ഉണ്ട്. ഇപ്പൊ താഴെ ഒരു 13 ഉണ്ടായിരുന്നെങ്കിൽ അതും നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യും. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇവിടെ ഇല്ല, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. LCM വരുമ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഹയസ്റ്റ് പവർ എടുക്കുക. അപ്പൊ ഇവിടെ എന്താണ്? 2 ക്യൂബ് ആണ്. 2 ക്യൂബ് എടുത്തു ഇൻറ്റു പിന്നെ ഏതാ വരുന്നത്? 3 സ്ക്വയർ ആണ് അല്ലേ? 3 സ്ക്വയർ ആണ്. പിന്നെ 11 വരുന്നുണ്ട്. ഓക്കെ, 11 വരുന്നുണ്ട്. 4 ഇൻറ്റു 2 ക്യൂബ് ആണ്. 8 ഇൻറ്റു 3 സ്ക്വയർ 9 ഇൻറ്റു 11 ആണ് വരിക. ഓക്കെ, 8 ഇൻറ്റു 9 ഇൻറ്റു 11 792. ഓക്കെ, 792 ആണ് വരുന്നത്. ആണ് LCM വരുന്നത്. സോ നമുക്ക് LCM HCM കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് വരിക, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്. ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ കൂടി നമുക്ക് ഫ്രാക്ഷൻ വരുമല്ലോ, A/B, C/D, E/J, 3 നമ്പേഴ്സിന്റെ ഒക്കെ HCM LCM വരുമല്ലോ, വരും കേട്ടോ. അപ്പൊ ഇങ്ങനെ 3 ഫ്രാക്ഷന്റെ ഒക്കെയാണ് നമുക്ക് HCM LCM ഒക്കെ കാണാൻ പറഞ്ഞു വിചാരിച്ചു. അപ്പൊ HCF കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാ HCF A C E എടുക്കുക. മേലത്തെ HCF എടുക്കുക. മേലത്തെ HCF ഓഫ് A C E എടുക്കുക. താഴെ LCM B D J. അതേപോലെ LCM കാണാൻ മേലെ, അതായത് ഡിനോമിനേറ്റേഴ്സിന്റെ LCM കാണാം. താഴെ HCF, അതായത് ന്യൂമറേറ്റേഴ്സിന്റെ HCFും കാണാം. ഓക്കെ, അതായത് HCF കാണാൻ HCF ഓഫ് ഡിനോമിനേറ്റേഴ്സ് ആണ് വരുന്നത് ബൈ LCM ഓഫ് ന്യൂമറേറ്റേഴ്സ്. HCF of numerators by LCM of denominators. മേലുള്ള ന്യൂമറേറ്റേഴ്സ് ആണ്. LCM എന്ന് പറയുന്നത് LCM of numerators
by HCF of denominators. ഞാൻ ഇക്വേഷൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ടൈപ്പ് ഇക്വേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻ വരികയാണെങ്കിൽ രണ്ട് ഫ്രാക്ഷനൊക്കെ വരാൻ ചാൻസ് ഇത് വരികയാണെങ്കിൽ സോ അപ്പം ഇങ്ങനെ കണ്ടാവും. ഓക്കെ, ഇതാണ് HCFും LCMും തമ്മിലുള്ളത് വരുന്നത്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് തിരിഞ്ഞു പോരുത്. HCF കാണുമ്പോൾ നമ്മൾ കോമൺ പ്രൈം ഫാക്ടേഴ്സ് ഉണ്ട്, അതിൽ ലോവസ്റ്റ് പവർ വരുന്നതാണ് എടുക്കുന്നത്. LCMല് കോമൺ പ്രൈം ഫാക്ടേഴ്സിന്റെ ഹയസ്റ്റ് പവർ ആണ് എടുക്കുന്നത്. പേരിൽ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണെങ്കിലും നമ്മൾ ലോവസ്റ്റ് പവർ ആണ് എടുക്കുന്നത്. സോ പേരിലൊരു പേരിൽ വരുന്ന ഹയസ്റ്റും ഇവിടെ ലോവസ്റ്റ് പവർ ആണ് എടുക്കുന്നത്. സോ നെയിമിംഗ് കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. സോ അതൊന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ ഓക്കെ, ഇത്രയാണ് ഇത് ഏകദേശം നമ്മൾ ആപ്റ്റിറ്റ്യൂഡിൽ കവർ ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ 1, 2, 3 പ്രീവിയസ് ഇയർസ് നമുക്ക് നോക്കാം. ഒരു ചെറിയ സർപ്രൈസ് ടൈപ്പ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ കുറച്ച് വരുന്ന ടൈപ്പാണ് നമ്പേഴ്സ് തരും. ആ നമ്പേഴ്സ് തമ്മിലൊക്കെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടാവും. അതൊരു പ്രോഗ്രഷൻ പോലെ ഒരു സീക്വൻസ് പോലെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ആ നമ്പർ കണ്ടുപിടിക്കാൻ നമുക്ക് ചോദിക്കും. സോ മോസ്റ്റ്ലി നമ്മൾ അങ്ങനത്തെ ചെയ്യുമ്പോൾ നമ്പേഴ്സ് ഒക്കെ തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ആ പൊസിഷൻസും ആ പൊസിഷന്റെ സ്ക്വയർസ്, അതായത് പൊസിഷൻസ് ഉദ്ദേശിച്ചത് ഫസ്റ്റ് പൊസിഷനാണ്, സെക്കൻഡ് പൊസിഷനാണ്, തേർഡ് പൊസിഷനാണ്, ഫോർത്ത് പൊസിഷനാണ്. അതിന്റെ ആ നമ്പേഴ്സിന്റെ ഒക്കെ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ 2ന്റെ മൾട്ടിപ്പിൾസോ 3ന്റെ മൾട്ടിപ്പിൾസോ അങ്ങനത്തെ എന്തെങ്കിലും മൾട്ടിപ്പിൾസ് ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് ചിലപ്പോ ആ പൊസിഷന്റെ സ്ക്വയർ ആയിരിക്കാം, സ്ക്വയർ കൂടെ ഒന്ന് കൂട്ടിയതാവാം, ക്യൂബ് കൂടെ ഒന്ന് കൂട്ടിയതാവാം, സ്ക്വയർ കൂടെ ചിലപ്പോ ആ പൊസിഷനെ ഇൻഡ്യൂസ് ചെയ്തതാവാം, ആ പൊസിഷന്റെ എക്സ്ട്രാ അങ്ങനെ ഇൻഡ്യൂസ് ചെയ്തതായിരിക്കാം. സോ എങ്ങനെ വേണമെങ്കിൽ അവിടെ നമുക്കൊരു ഇവിടെ പ്രത്യേകിച്ച് ഒരു ഫോർമുലയോ സൊല്യൂഷനോ പറഞ്ഞ ഒരു ഫോർമുല ഇല്ല. സോ ഇവിടെ ഉള്ളത് ആ ഒരു നമ്പറിന്റെ സീക്വൻസ്, ആ പാറ്റേൺ കണ്ടുപിടിക്കുക എന്നാണ്. വേണമെങ്കിൽ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സ് ഇങ്ങനെ കുറച്ച് നോക്കാം. അതായത് അടുത്തിരിക്കുന്ന നമ്പേഴ്സിന്റെ ഡിഫറൻസിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ വരുന്നുണ്ടാവും. ചിലപ്പോ അടുത്തിരിക്കുന്ന നമ്പേഴ്സിന്റെ എന്തെങ്കിലും ഡിഫറൻസിൽ ഒരു പാറ്റേൺ എന്തെങ്കിലും വരും. ചിലപ്പോ 2, 4, 5 പറഞ്ഞിട്ട് ഒരു ഈവൻ നമ്പറിൽ 1, 2, 4, 6 പറഞ്ഞിട്ട് ഒരു ഈവൻ നമ്പറിൽ ആഡ് ചെയ്യുന്ന പാറ്റേൺസ് പോലെ ആവാം. സോ അപ്പൊ നമുക്ക് ഏകദേശം ആ ടൈപ്പ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇവിടെ കൂടുതൽ ആ നമ്പേഴ്സിന്റെ റിലേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇവിടുത്തെ റിലേഷൻ വരുന്നത് എങ്ങനെയാ വെച്ചാൽ 1 square plus 1 cube equal to 2. Okay, 2 square plus 2 cube equal to 12. 3 square plus 3 cube equal to 36. അപ്പൊ അടുത്തത് വരുന്നത് 4 square plus 4 cube ആണ്. ഓക്കെ, 4 square plus 4 cube അതായത് 80 ആണ് വരിക. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 80 ആണ്. സോ അങ്ങനെ നമ്മൾ അവിടെ ആ പൊസിഷൻ കണ്ടോ, പൊസിഷന്റെ ഒന്നിന്റെ സ്ക്വയർ ഒന്നിന്റെ ക്യൂബും കൂടി ആഡ് ചെയ്ത്. അപ്പൊ മാക്സിമം ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതിന്റെ ഡിഫറൻസ് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞ ശേഷം ഒരു സ്ക്വയേഴ്സ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ക്യൂബ്സ് എടുത്ത് നോക്കുക. അങ്ങനത്തെ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, മോസ്റ്റ്ലി സ്ക്വയർ, ക്യൂബ്, 2ന്റെ മൾട്ടിപ്പിൾ, 3ന്റെ മൾട്ടിപ്പിൾ ആഡ് ആവുക, അങ്ങനെ ചെറിയ പൊസിഷൻസ് ആഡ് ആവുക, അങ്ങനെ തന്നെ ആയിരിക്കും കുറച്ച് പാറ്റേൺസ് വരിക. സോ അങ്ങനത്തെ ബേസിക് പാറ്റേൺസ് തന്നെ വരുള്ളൂ. സോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് കിട്ടും. പാനിക് ആവരുത്. ജസ്റ്റ് അതിന്റെ ഡിഫറൻസ് കാണുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പാറ്റേൺ, ആദ്യം ഡിഫറൻസ് കണ്ടു നോക്കുക. എന്തെങ്കിലും അടുത്തടുത്ത് വരുമ്പോൾ ഡിഫറൻസിൽ എന്തെങ്കിലും പാറ്റേൺ വരുന്നുണ്ടോ നോക്കുക. ആ ഓരോ നമ്പേഴ്സിന്റെ ക്യൂബ് എടുത്ത് നോക്കുക. ചിലപ്പോൾ ക്യൂബ് കൂടെ ഒന്ന് കുറച്ചതാവാം. അതായത് 1 ക്യൂബ് ആയിരിക്കും -1.
2 cube minus 1, 3 cube minus 1, 4 cube minus 1, അങ്ങനെയൊക്കെ പാറ്റേൺ വരാം. സോ അങ്ങനെ ഒന്ന് കുറച്ചെടുക്കുകയാണോ ഒന്ന് കൂട്ടിയെടുക്കുകയാണോ അങ്ങനത്തെ, അതുകൊണ്ട് അങ്ങനത്തെ ക്യൂബും കുറച്ച് സ്ക്വയർസും ക്യൂബ്സും ഒക്കെ കുറച്ച് പഠിച്ചു വെച്ച് നോക്കൂ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഫസ്റ്റ് ഇങ്ങനത്തെയാണ്. സെക്കൻഡ് ടൈപ്പ് വരിക, സെക്കൻഡ് ഞങ്ങൾക്ക് വന്നൊരു ടൈപ്പാണ് ബി എ ബി ബി എസ് സി. ഈ ഫിലിന്റെ ബ്ലാങ്ക്സ് ചെയ്യാണ്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ബി ബി എ ബി, ബി എ സി ബി, ബി ബി സി ബി, ബി എ ബി സി ബി. ഇങ്ങനത്തെ പാറ്റേൺസ് വേണമെങ്കിൽ ഡയറക്റ്റ് എല്ലാം ഇട്ട് നോക്കിയിട്ട് ആ 4 ഓപ്ഷനും എഴുതി നോക്കിയിട്ട് വേണമെങ്കിൽ അത് ഏതാ പാറ്റേൺ വരുന്നതെന്ന് അങ്ങനെ ഒന്ന് എഴുതി നോക്കിയിട്ട് കിട്ടും. അപ്പൊ ഏതെങ്കിലും ഒരു പാറ്റേൺ നമുക്ക് അവിടെ 4 ഓപ്ഷൻസ് അങ്ങോട്ട് ഇട്ട് നോക്കുക. അവിടെ എന്ത് പാറ്റേണാ വരുന്നത് നോക്കുക. സോ അങ്ങനെ വെച്ച് നോക്കാം. ഇവിടെ ഞാൻ ചെയ്തത് എങ്ങനെയാ വെച്ചാൽ ഇവിടെ ബി ബി ബി, മോസ്റ്റ്ലി ആൻസർ ഇവിടെ ബി ആ വരുന്നത്. ഇവിടെ എ ആണെങ്കിലും ഒരു മെജോറിറ്റി ആൻസർ ബി ആണ്. അപ്പൊ ഞാൻ ഇവിടെ ബി ഇട്ട് കൊടുത്തു. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ കണ്ട് എ സിയിൽ അവസാനിച്ചത് ഇവിടെ ഇവിടെ അല്ലേ. എയില് തുടങ്ങി എയില് തുടങ്ങി സിയിൽ അവസാനിക്കുന്നു. ഇവിടെ എയില് തുടങ്ങി അല്ല, എന്നിട്ട് അവസാനിക്കേണ്ടത് എ സിയിലാണ്. ഇവിടെ എ സിയിൽ എവിടെ, അപ്പൊ ഇവിടെ എ സി കൊടുക്കാം. ഓക്കെ, ബി സി. അതായത് ഈ രണ്ട് പൊസിഷനാണ് കണ്ടുപിടിക്കുക, ഈ രണ്ട് തന്നെ കണ്ടുപിടിക്കും. അപ്പൊ ഇവിടുത്തെ ഏകദേശം നമുക്ക് ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ കിട്ടും. ഇതും ഇതുമാണ് വരുന്നത്. ഇവിടെ ബിയും സിയും ഉള്ളത്. ഇനി ഇവിടെ ഓപ്ഷൻസ് ഉള്ളത് ബിയും സിയും കണ്ടോ. ലാസ്റ്റ് പിന്നെ രണ്ടിനും ബി തന്നെയാണ്. അപ്പൊ എന്തായാലും ഇവിടെ ബി ആണ് വരുന്നത്. ഈ ഓപ്ഷൻസ് നോക്കി അറിയാം. ഇവിടെ നമ്മളിപ്പോ ഇ ബിയും ഇ സിയും ഇങ്ങനെ വരുമ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് ആണ് കിട്ടി. നമുക്ക് രണ്ടിൽ ലാസ്റ്റ് ബി തന്നെ വരും. അപ്പൊ എന്താണ് ഇവിടെ ബി തന്നെയാണ്. നമുക്ക് ഇവിടെ ബി ആണ് കിട്ടി. ഇവിടെ നോക്കിയൊക്കെ എ ബി ബി ബി, എ ബി 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 എ സി. ഇവിടെ എന്താ എ ബി എ സി. അപ്പൊ ഇവിടെ എന്തായിരിക്കും എ ബി ബി, രണ്ട് ബി ആയിരിക്കും ഇവിടെ വരിക, ബി. അപ്പൊ ഇവിടെ ബി ബി സി ബി. ഇതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നമുക്ക് കുറെ ഓപ്ഷൻസിൽ തന്നെ ഇട്ട് കൊടുത്താൽ കിട്ടുന്നതൊക്കെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ അതുകൊണ്ട് ആ ഓപ്ഷൻസിൽ തന്നെ നോക്കുക. ഇങ്ങനത്തെ പാറ്റേൺസ് ഒക്കെ ഒന്നോ രണ്ടോ വരില്ല. അപ്പൊ ഓപ്ഷൻസ് തന്നെ ഇട്ട് നോക്കിയിട്ട് 4 ഇട്ട് നോക്കുമ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്താ പറയാ ഇട്ട് നോക്കിയിട്ട് ഒന്ന് കൺഫ്യൂഷൻ ആവുകയാണ് എന്നൊക്കെ ആണെങ്കിൽ ഫുൾ ഓപ്ഷൻസ് ഒന്ന് എഴുതി നോക്കുക, ഓരോ ഇട്ട് നോക്കുക. അപ്പൊ എന്തെങ്കിലും പാറ്റേൺ വരുന്നുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ എ ബി എ സി, എ ബി ബി എ സി, എ ബി 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 എ സി, അങ്ങനെ ഒരു പാറ്റേൺ വരുന്നു. സോ അങ്ങനത്തെ പാറ്റേൺ വരുന്നത് ഏതോ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടൈപ്പ് വന്നത് അതായത് ഇഫ് ദ ടൈം ഇൻ ദ മിറർ ഇമേജ് ഓഫ് എ ക്ലോക്ക്. ഒരു ക്ലോക്കിലുള്ള മിറർ ഇമേജിന്റെ ടൈം എന്ന് പറയുന്നത് ഓക്കെ, അപ്പൊ ഒരു ക്ലോക്കിലുള്ള മിറർ ഇമേജിന്റെ ടൈം എന്ന് പറയുന്നത് 3 hours 30 minutes തന്നിരിക്കുന്നത്. അതായത് 3 hours 30 minutes പറയുമ്പോൾ ഏകദേശം ഇവിടെ ആയിട്ട് വരും 3:30 സമയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ചെറിയ ഓക്കെ, ഇതിന്റെ മിറർ ഇമേജ് നമുക്കൊന്ന് വരച്ചു നോക്കുമ്പോൾ ഈ ആരോ എങ്ങനെയായിരിക്കും കുറച്ച് ഇങ്ങനെയായിരിക്കും. ഇത് ഇങ്ങനെ തന്നെയായിരിക്കും. ഇത് 9 ആണ്. സോ ഇവിടെ എന്തായിരിക്കും 8 ആയിരിക്കും. അപ്പൊ 8 hours 30 minutes.
ഓക്കെ, ഓപ്ഷൻസിലുള്ളത് 9 hours 30 minutes, 8 hours 30 minutes, 9 hours, none of this. ഇതാണ് ഓപ്ഷൻ വരിക. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ ആലോചിച്ചാൽ കിട്ടുന്നതിന് ഡൗട്ട് വരികയാണെങ്കിൽ ഒന്ന് വരച്ചു നോക്കിയാൽ കിട്ടും. ഓക്കെ, പിന്നെ വേറെ ടൈപ്പ് ഓഫ് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് പറയുന്നത്, ഇതൊക്കെ സിമ്പിൾ ലോജിക് ആയിരിക്കും, ടെൻഷൻ അടിക്കുക വേണ്ട, നമുക്ക് വായിച്ചിട്ട് എഴുതുക എന്നുള്ള ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ അതുകൊണ്ട് ഒരുപാട് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. കുറച്ച് സ്റ്റേറ്റ്മെന്റ് തരും, എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട്, ആ സ്റ്റേറ്റ്മെന്റ് ചിലപ്പോ റിയൽ വേൾഡ് ലോജിക് ആയിട്ട് ഭയങ്കര കോൺട്രാസ്റ്റ് ഉള്ളതായിരിക്കും. അതായത് കാറ്റ്സ് ഫ്ലൈ, ഡോഗ്സ് സ്വിം, അങ്ങനെ കാറ്റ്സ് ഫ്ലൈ, സം കാറ്റ്സ് ഫ്ലൈ, ഓൾ കാറ്റ്സ് ഫ്ലൈ, അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു ബന്ധം ഉണ്ടാവില്ല, റിയൽ വേൾഡ് സിനാറിയോ ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷെ അതൊരു അവർ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് താഴെയുള്ള ഓപ്ഷൻസിന്റെ ലോജിക് കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രീവിയസ് ഇയർ വന്ന ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഇത് എന്താ പറയാ, അത്ര ടഫുള്ളൊന്നല്ല, എളുപ്പമാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ പാനിക് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. All dogs are lions. All lions are cats. Some cats are tigers. Okay. ഓപ്ഷൻസ് എന്തൊക്കെയാ വെച്ചാ, all dogs are tigers. ഓക്കെ, ബി എന്ന് പറയുന്നത് all cats are lions. All dogs are cats. ഡി എന്ന് പറയുന്നത് none of this. Both A and B. ഓക്കെ, അതായത് ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൾ ഡോഗ്സ് ആർ ടൈഗേഴ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇവിടെ നമുക്കറിയാം ഓൾ ഡോഗ്സ് ആർ ലയൺസ്. ഓക്കെ, അപ്പൊ ഡോഗ്സ് ലയൺസ് ആണ്. ഓൾ ലയൺസ് ആർ കാറ്റ്സ്, അപ്പൊ ഓൾ ഡോഗ്സ് കാറ്റ്സ് ആണെന്ന് കിട്ടി. പക്ഷെ സം കാറ്റ്സ് ആണ് ടൈഗർ. ഓൾ ഡോഗ്സ് ആർ കാറ്റ്, ഓൾ ഡോഗ്സ് എല്ലാ ഡോഗ്സും കാറ്റ് ആണ്, എല്ലാ ഡോഗ്സും ലയൺ ആണ് കിട്ടി, എല്ലാ ലയൺസും കാറ്റ്സ് ആണ് കിട്ടി. പക്ഷെ എല്ലാ കാറ്റ്സും ടൈഗർ അല്ല, അപ്പൊ അതുകൊണ്ട് ഓൾ ഡോഗ്സ് ആർ ടൈഗേഴ്സ് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇത് തെറ്റാണ്. ഓക്കെ, ഓൾ കാറ്റ്സ് ആർ ലയൺ, എല്ലാ ഡോഗ്സും ലയൺസ് ആണ്, എല്ലാ ലയൺസും കാറ്റ്സ് ആണ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാ കാറ്റ്സും ലയൺസ്, ഓൾ ലയൺ ആർ കാറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എല്ലാ ലയൺസും കാറ്റ്സ് ആണ്. തിരിച്ചൊരു കോൺട്രാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇല്ല, അതില്ലാത്തതുകൊണ്ട് നമുക്കിതും ഫാൾസ് ആയിട്ട് എടുക്കും. ഓൾ ഡോഗ്സ് ആർ കാറ്റ്സ്, എല്ലാ ഡോഗ്സും ലയൺസ് ആണ്, ആ ലയൺസ് ഒക്കെ കാറ്റ്സ് ആണ് വന്നിട്ടുണ്ട്, അപ്പൊ എല്ലാ ഡോഗ്സും കാറ്റ്സ് ആണ്. സോ ഇത് ശരിയാണ്. ഓക്കെ, എന്തായാലും തെറ്റാണ്, എ ആൻഡ് ബി എന്ന് പറഞ്ഞു. ഇതാണ് കറക്റ്റ് ആയിട്ട് ആൻസർ. ആ വായിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ആ ലോജിക്ക് വെറുതെ ലിസ്റ്റ് ചെയ്യാൻ മാത്രമേ വരുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്കൊരു പാരഗ്രാഫ് വരും. ഓക്കെ, ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ടോ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റോ ഈ പാരഗ്രാഫിനെ വെച്ചിട്ട് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് തരും, എന്നിട്ട് ഓപ്ഷൻസ് വരിക ഡെഫിനറ്റ്ലി ട്രൂ, ഓപ്ഷൻസ് വരെ എങ്ങനെയാ വെച്ചാ, ഡെഫിനറ്റ്ലി ട്രൂ വരും, ഡെഫിനറ്റ്ലി ഫാൾസ് എന്ന് വരും, പ്രോബബ്ലി ട്രൂ വരും, inadequate data.
Oh my god. Okay. നമ്മുടെ ക്ലിയർ ആയി പോവാം. ഒരു പാരഗ്രാഫ് വരും. ഓപ്ഷൻ എ definitely true. B definitely false. C probably true. B inadequate data. That. സർ ഇങ്ങനെ വരുമ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോ നമ്മള് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ തരും. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ സ്റ്റേറ്റ്മെന്റ് മേലത്തെ പാരഗ്രാഫ് വെച്ചിട്ട് നമുക്കത് 100% ഉറപ്പാണെങ്കിൽ, അതായത് ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അതിലൊരു പാരഗ്രാഫിലുള്ളത് 50 people died. ഓക്കെ, സ്റ്റേറ്റ്മെന്റും 50 people died എന്നാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? ഇത് ഡെഫിനറ്റ്ലി ട്രൂ ആണ് അല്ലേ? കാരണം അത് തന്നെയാണ് പറയുന്നത്. എന്നാൽ പാരഗ്രാഫിൽ പറയാണ് ഓൾമോസ്റ്റ് 50 people ഡൈ. ഓക്കെ, എന്നിട്ട് സ്റ്റേറ്റ്മെന്റിൽ പറയാണ് 50 people died എന്ന് തന്നു. മേലെ ഓൾമോസ്റ്റ് എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ? മേലെ ഓൾമോസ്റ്റ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇത് പ്രോബബ്ലി ട്രൂ ആണ്, പാർഷ്യലി ട്രൂ ആണല്ലോ അല്ലേ? പാരഗ്രാഫില് മരിച്ച ആൾക്കാരുടെ കുറിച്ചിട്ട് ഒരു എന്താ പറയാ 50 people സർവൈവ്ഡ് എന്നാണെന്ന് വിചാരിച്ചു. 50 people സർവൈവ്. എന്നിട്ട് എന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 50 people ഡൈഡ് എന്നാണെന്ന് വിചാരിച്ചു. അപ്പൊ ഇതെന്താ? ഡെഫിനറ്റ്ലി ഫോൾസ് ആണ് അല്ലേ? പാരഗ്രാഫിൽ ഇങ്ങനെയാണ് ഐഡിയ തന്നിരിക്കുന്നത്. എന്നിട്ട് 50 people ഡൈഡ് ആണ് എന്റെ സ്റ്റേറ്റ്മെന്റ് എങ്കിൽ അത് ഫോൾസ് ആണ്. പിന്നെ പറയാണ് പാരഗ്രാഫില് പീപ്പിൾ ഡാൻസ് ഇടുന്നു, അങ്ങനെ എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 50 people ഡൈഡ്. ഇത് പറയുന്നത് ഒരു ഡാറ്റയെ ഇല്ല നമുക്ക്. ആ പാരഗ്രാഫിൽ നിന്ന് ഇങ്ങനെ 50 പേര് മരിച്ചു എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ള ഒരു ഡാറ്റ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇന്നാഡിക്വേറ്റ് ഡാറ്റ. വായിച്ചിട്ട് തെറ്റാണോ ശരിയാണോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അതിനെക്കുറിച്ച് സംസാരിക്കണേ ഇല്ല പാരഗ്രാഫിൽ. ഇവിടെ ഏതോ സ്റ്റേറ്റ്മെന്റ് ആണ്, രണ്ടും വ്യത്യസ്തമായ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് ഒരു ഇൻഫർമേഷൻ, ഒരു ഇൻഫറൻസിൽ എത്താൻ പറ്റില്ല. അതായത് ട്രൂ ആണോ, പാർഷ്യലി ട്രൂ ആണോ, ഫോൾസ് ആണോ, അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് വരില്ല. അപ്പൊ നമ്മൾ ഇന്നാഡിക്വേറ്റ് സ്റ്റേറ്റ്മെന്റ്, ഇന്നാഡിക്വേറ്റ് ഡാറ്റ എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇതാണ് കുറച്ച്. ഇതിൽ ഒരു പാരഗ്രാഫ് ഉണ്ടാവും, എന്നിട്ട് 4-5 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും. സോ ഇങ്ങനത്തെ കുറച്ച് മോഡലാണ് ഉണ്ടാവുക. അതായത് നമുക്ക് അപ്പൊ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെ ആയിരിക്കും. കാരണം ഇത് പെട്ടെന്ന് തീരും. ഒന്ന് ലോജിക് ഉപയോഗിച്ചിട്ട് ഒന്ന് പാനിക് ആവാതെ ഇരുന്ന് ആലോചിച്ചാൽ മതി. ബാക്കി പ്രോബ്ലംസ് പോലെയല്ല, ഇത് സുഖമായി ചിലപ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ്. അപ്പൊ അത് നന്നായിട്ട് മനസ്സിരുത്തിയിട്ട് ഒന്ന് വായിക്കുക, പാനിക് ആവരുത്. സോ ഇതൊക്കെ തന്നെയാണ്. ഇതോടുകൂടി ഏകദേശം നമ്മൾ ആപ്റ്റിറ്റ്യൂഡിനൊരു ആപ്റ്റിറ്റ്യൂഡ് ക്ലാസ്സിനൊരു അവസാനം വരെയാണ്. സോ നന്നായിട്ട് എക്സാംസ് എഴുതുക, നന്നായിട്ട് പഠിക്കുക. പിന്നെ സ്പീഡിൽ എഴുതാൻ നോക്കുക. അതായത് ലാസ്റ്റ് 10 മിനിറ്റ് വരുന്ന ആ ഒരു ഹറി ബറി സ്പീഡ് നിങ്ങൾ തുടക്കത്തിലേ കൊണ്ടുവരിക. കാരണം എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ആർക്കും ഒരു ക്വസ്റ്റ്യൻ അറിയാതിരിക്കാനുള്ളൊരു അങ്ങനെ ഒരു പ്രശ്നം വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. സമയം കിട്ടില്ല എന്നുള്ള പ്രശ്നം മാത്രമായിരിക്കും കൂടുതൽ വരിക എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം സമയം ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലോ. അതൊരു സമയം ഒരു പ്രശ്നമായിരിക്കാം തോന്നുന്നു. ബാക്കിയുള്ള
നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ള ഒരു ടൈം മാത്രമായിരിക്കും പ്രശ്നം വരിക. സോ ഫസ്റ്റ് ഡേ നന്നായി സ്പീഡിൽ എഴുതുക. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നന്നായിട്ട് വായിച്ചിട്ട് ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. പിന്നെ കമ്പ്യൂട്ടർ സയൻസിനാണ് കൂടുതൽ വെയിറ്റേജ്. സോ അത് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞുള്ളത് പാനിക് ആവാതിരിക്കുക, ടെൻഷൻ ഇല്ലാതെ എഴുതുക. അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പാനിക് ആയാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട മാർക്സും കൂടി പോവും. സോ പാനിക് ആവാതെ എഴുതുക. ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. OMR ഒക്കെ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാഴ്ച അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് റോൾ നമ്പർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ റോൾ നമ്പർ ഒക്കെ തരുമ്പോൾ, അതായത് നമുക്ക് അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റും. ഇങ്ങനെ റോൾ നമ്പർ ആണെങ്കിൽ നമുക്ക് 2, 5, 6, 7, 8 0, 1 അങ്ങനെയാണെങ്കിൽ ഇവിടെ താഴെ ഇങ്ങനെ ബബിൾസ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ 0, 1, 2, 3 അങ്ങനെ 9 വരെ ഉണ്ടാവും. ഇവിടെ നമുക്ക് 2 ആണ്, അപ്പൊ 2 നമ്മൾ ഡാർക്ക് ചെയ്യും. ഇവിടെ 5 ആണ് വരുന്നത്, 3, 4, 5. അപ്പൊ 5 ഡാർക്ക് ചെയ്യും. സോ ഇങ്ങനെ താഴെയാണ് ഡാർക്ക് ചെയ്യും. ഇവിടെ 6 വരുമ്പോൾ 6 ഡാർക്ക് ചെയ്യും. ഇവിടുത്തെ 7 ഡാർക്ക് ചെയ്യും. പിന്നെ 8 ഡാർക്ക് ചെയ്യും. പിന്നെ 0 ഡാർക്ക് ചെയ്യും. പിന്നെ 1 ഡാർക്ക് ചെയ്യും. അങ്ങനെ ഡാർക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുക നമ്പേഴ്സ് കൊടുക്കുക. അപ്പോൾ റോൾ നമ്പർ കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം എൻ്റെ ക്ലാസ്സിലൊരു കുട്ടിക്ക് അതൊരു ചെറിയ പ്രശ്നം വന്നു. ഞങ്ങൾ എക്സാം ഹോൾഡാണ്, അതുകൊണ്ടാണ്. സോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് ഫസ്റ്റ് OMR എഴുതുന്ന ഇൻസ്ട്രക്ഷൻസ് ഒന്ന് ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. അത് വലിയ സംഭവം ഒന്നല്ല, ഈസി തന്നെയാണ്. സോ അതൊന്ന് ടെൻഷൻ അടിക്കാതെ നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. സോ നന്നായി പഠിക്കുക.